എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. നമ്മുടെ ആധ്യാത്മികം കുടുംബത്തിലെ ഒരു കുടുംബാംഗത്തിനൊരു സംശയം. എന്തുകൊണ്ടാണ് ക്ഷേത്രത്തെക്കാൾ ഉയരത്തിൽ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ കൊടിമരത്തിനേക്കാൾ ഉയരത്തിൽ വീട് വെക്കാൻ പാടില്ല എന്ന് പറയുന്നത്? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദോഷം എന്താണ്? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ദേവീ കോപം ഉണ്ടാകുമോ എന്നൊക്കെയാണ് അവരുടെ ചോദ്യം. ഞാൻ എളിമയോടുകൂടി പറയട്ടെ. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭഗവാന് നമ്മളോട് ഒരിക്കലും ഒരു ഈഗോ ഉണ്ടാകില്ല. മനുഷ്യന്മാർക്കാണ് ഈഗോ. എന്നെക്കാളും അല്ലെങ്കിൽ എൻ്റെ വീട്ടിനേക്കാളും ഉയരത്തിൽ മറ്റുള്ളവരുടെ വീട് വെക്കുമ്പോൾ ഒരു വിഷമം മനുഷ്യന്മാർക്കാണ്. എൻ്റെ വീട്ടിലുള്ള സൗകര്യത്തെക്കാൾ എൻ്റെ വീട്ടിൽ ഫ്രിഡ്ജുണ്ട്, പക്ഷെ അവരുടെ വീട്ടിൽ 2 ഫ്രിഡ്ജുണ്ട്, അയ്യോ ഞാൻ താണുപോയല്ലോ എന്ന ചിന്ത മനുഷ്യനാണ്. എൻ്റെ മക്കളെക്കാൾ നല്ല മക്കളാണ് അവരിതെന്നുള്ളതിൻ്റെ ഈഗോ നമ്മൾക്കാണ്. എന്നെക്കാളും സാമ്പത്തിക സ്ഥിതി അവർക്കുണ്ടല്ലോ എന്നുള്ള ഈഗോ നമ്മൾക്കാണ്. അപ്പോൾ ദൈവത്തിനൊരിക്കലും ഈഗോ ഇല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പക്ഷെ നിരവധി ആൾക്കാർ പറയുന്നുണ്ട് ക്ഷേത്രത്തിനേക്കാളും അല്ലെങ്കിൽ കൊടിമരത്തെക്കാളും ഉയരത്തിൽ പരിസരത്ത് വീട് വെക്കരുത് എന്ന്. അപ്പോൾ അതെന്തിനാണ് പറയുന്നത്? കേട്ടിട്ടില്ലേ ഇങ്ങനെ ഒരു ചോദ്യം? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ക്ഷേത്രം എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേക ഒരു സങ്കേതമാണ്. ആ സങ്കേതത്തിൻ്റെ ആ ക്ഷേത്രത്തിൻ്റെ മുകളിലൊരു താഴികക്കുടമുണ്ട്. ആ താഴികക്കുടത്തിനേക്കാളും അതേ ലെവലിൽ തന്നെയായിരിക്കും പരമാവധി ക്ഷേത്ര കൊടിമരവും. അപ്പോൾ ഈ കൊടിമരത്തെക്കാൾ ഉയരത്തിലാണ് വീട് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇന്ന് നമ്മൾ നോക്കേണ്ടത് ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലേക്കൊന്ന് പോയി നോക്കൂ. ആ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തെക്കാൾ ഉയരത്തിലാണ് ക്ഷേത്രത്തിൻ്റെ തന്നെ പല കെട്ടിടങ്ങളും ഉള്ളത്. ചുറ്റും പല ടൂറിസ്റ്റ് ഹോമുകളും ഒക്കെ ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിനേക്കാൾ ഉയരത്തിലാണ്. ഇനി തൊട്ടടുത്ത റോഡിൻ്റെ ഇരുവശങ്ങളിലെല്ലാം പോയി കഴിഞ്ഞാൽ അവിടെയുള്ള പല ബിൽഡിങ്ങുകളും ഇതേപോലെ ക്ഷേത്രത്തെക്കാൾ ഉയരത്തിലാണ്. അതുപോലെ ഗുരുവായൂരേക്ക് പോയി നോക്കൂ. ഗുരുവായൂരെത്തിക്കഴിഞ്ഞാൽ ആ ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിനേക്കാൾ ഉയരത്തിലാണ് പടുകൂറ്റൻ കെട്ടിടങ്ങൾ അവിടെയൊക്കെ ഉയർന്നു വന്നിട്ടുള്ളത്. എന്തിനേറെ, കാനനക്ഷേത്രമായ ശബരിമലയിൽ പോലും ആ ശബരിമല ക്ഷേത്രത്തെക്കാൾ എത്രയോ ഉയരത്തിലാണ് അവിടെയുള്ള ഓരോ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് അത് ദോഷമാകുന്നില്ല? നമ്മൾ ചിന്തിക്കട്ടെ. എന്നാൽ നമ്മൾ വീട് വെക്കുന്ന അവസരത്തിൽ ക്ഷേത്രത്തിൻ്റെ സമീപത്താണോ വീട് വെക്കുന്നത്? എന്നാൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, പരമാവധി ആ കൊടിമരത്തെക്കാൾ താഴ്ന്നിട്ട് വേണം നമ്മുടെ വീട് വെക്കാൻ. ഇപ്പോൾ പറഞ്ഞു ഗുരുവായൂർ അമ്പലത്തിൽ ഇങ്ങനെയാണ്, ചോറ്റാനിക്കരയിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ വീട് വെക്കുമ്പോൾ ഇങ്ങനെ താഴ്ത്തി വീട് വെക്കണമെന്നും പറയുന്നത് എന്താണ് അതിൻ്റെ പിന്നിലുള്ള യുക്തി? ചിന്തിക്കേണ്ടത് അവിടെ ഒരേ ഒരു യുക്തി, അതാണ് പ്രധാനം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. നമുക്കറിയാം, നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടാകുന്നൊരു പ്രതിഭാസമാണ് ഇടിയും മിന്നലും. ഇടി വീണിട്ട് പല സ്ഥലത്തും പല ദുരിതങ്ങൾ ഉണ്ടാകാറുണ്ട്, മിന്നലേറ്റിട്ട് പല ദുരിതങ്ങളും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ ഇടിയും മിന്നലും ഏൽക്കുന്ന അവസരത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകാറുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ ഒരു ക്ഷേത്രത്തിൻ്റെ സമീപത്ത് ക്ഷേത്രത്തിനേക്കാളും താഴ്ന്ന നിലയിൽ ഒരാൾ വീട് വെക്കുകയാണെങ്കിൽ അവർക്ക് ഇടി മിന്നലിനെ കൊണ്ട് ഒരു ദോഷവും ഉണ്ടാകില്ല. എന്താ ഇതിൻ്റെ ടെക്നിക്ക് എന്നറിയോ? അതിൻ്റെ ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ, ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള കൊടിമരമാണ്. ഈ കൊടിമരം നിർമ്മിക്കുന്ന അവസരത്തിൽ അത്തരത്തിലുള്ളൊരു സാങ്കേതിക വിദ്യ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഈ ക്ഷേത്രത്തിൻ്റെ പരിസര പ്രദേശത്ത് ഇടിയോ മിന്നലോ ഏൽക്കുകയാണെങ്കിൽ അതിനെ വലിച്ചെടുത്ത് ഭൂമിക്കടിയിലേക്ക് തള്ളാനുള്ള സംവിധാനം ഒരു മിന്നൽ ചാലകമായിട്ട് ഈ കൊടിമരം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ടാണ് ആ കൊടിമരത്തെക്കാൾ ഉയരത്തിൽ അവിടെ വീടോ മറ്റു നിർമ്മിതികളോ വന്നു കഴിഞ്ഞാൽ ഇടിമിന്നൽ ആദ്യം ഏൽക്കുക അതിനായിരിക്കും. ഒരു വീടാണ് വെച്ചിരിക്കുന്നത്, 2 നില 4 നില വീട്, ഗംഭീരമായൊരു വീട് വെച്ചു, ക്ഷേത്രത്തിനേക്കാളും ഉയരത്തിലാണെന്നിരിക്കട്ടെ. ആ അവസരത്തിൽ കാലവർഷത്തിൽ നല്ലതുപോലെ ഇടിയും മിന്നലും വരുമ്പോൾ
ഏറ്റവും ഉയർന്നു കിടക്കുന്ന വസ്തു എന്താണോ അതിലേക്കാണ് അടിക്കുക. ശരിയാണല്ലോ? അങ്ങനെയാകുമ്പോൾ നമ്മുടെ വീടിനാണ് വന്നിട്ടിരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ ഇലക്ട്രിക്കൽ സംവിധാനം ഇതാവും. ചിലപ്പം വിണ്ട് കീറിപ്പോകാൻ ചുമരുകളൊക്കെ, ചില മരങ്ങളൊക്കെ ഇതുപോലെ കത്തിപ്പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമ്മളെന്താ പറയുന്നറിയാം, അയ്യോ ആ ഭഗവാന്റെ കോപമാണ്. അന്നേ പറഞ്ഞിരുന്നു വീട് വെക്കുമ്പോൾ ഇതിനേക്കാൾ ഉയരത്തിൽ വീട് വെക്കരുതെന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ കേട്ടില്ല. ആ ദേവിയുടെ കോപ, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയും. ദേവി ഒരിക്കലും കോപിക്കില്ല കേട്ടോ. ദേവിക്കൊരിക്കലും ഒരു ഈഗോ ഇല്ല. മറിച്ച് എന്താ, നമ്മുടെ അശ്രദ്ധയാണ്. ക്ഷേത്ര നിർമ്മാണം വളരെയേറെ ശാസ്ത്രീയമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ശാസ്ത്രീയമായിട്ട് ചെയ്യുന്ന ഇത് നാളെ ഈ പ്രകൃതിക്ഷോഭത്തിൽ ക്ഷേത്രത്തിനൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന് കരുതിയാണ് അത്തരത്തിലുള്ള സംവിധാനം ചെയ്തത്. എന്നാൽ ആ ക്ഷേത്രത്തിനേക്കാൾ ഉയരത്തിൽ നിങ്ങൾക്ക് വീട് വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നിരിക്കട്ടെ. കാരണം നിങ്ങൾ ചിലപ്പോൾ കുന്നിൻ്റെ മുകളിലാണ് വീട്, ക്ഷേത്രം ഒരു കുഴിയിലായിട്ട് ഉള്ള സ്ഥലവും നിങ്ങൾ ചിലപ്പോൾ കുന്നിൻ്റെ മുകളിലുമാണ്. അപ്പോൾ നിങ്ങൾ ഒരു നില വീടെടുത്താൽ തന്നെ ക്ഷേത്രത്തെക്കാൾ ഉയരത്തിലാകും. അപ്പോൾ എന്ത് ചെയ്യണം? അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ അവിടെ നല്ല ഒന്നാന്തരം മിന്നൽ ചാലകം അവിടെ നിർമ്മിക്കണം. വീട്ടിൽ ഇടിയോ മിന്നലോ ഏറ്റു കഴിഞ്ഞാൽ വീടിന് ദോഷം സംഭവിക്കാത്ത വിധത്തിലൊരു മിന്നൽ ചാലകം ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ദോഷവും ഇല്ല. അതല്ലാതെ ഭഗവാനോ ദേവിക്കോ ദേവന്മാർക്കോ നിങ്ങൾ എങ്ങനെയുള്ള വീട് വെച്ചാലും ഒരു പരിഭവവും ഇല്ല കേട്ടോ. അതിൻ്റെ പേരിൽ ദയവ് ചെയ്ത് ആ ഭഗവാനെ നമ്മൾ പ്രതികളാക്കാതിരിക്കുക. തെമ്മാടിത്തം മുഴുവൻ അല്ലെങ്കിൽ കുറ്റങ്ങളെല്ലാം നമ്മൾ ചെയ്യുക, അവസാനം അതിൻ്റെ കുറ്റം മുഴുവൻ ഭഗവാന്റെ പേരിലേക്ക് നമ്മൾ അടിച്ചേൽപ്പിക്കുക. അത് ശരിയല്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ക്ഷേത്രത്തിനേക്കാൾ ഉയരത്തിൽ വീട് വെക്കുന്നത് കൊണ്ടൊരു ദോഷവുമില്ല. ദോഷമുണ്ടെങ്കിൽ ആ ദോഷമില്ലാതിരിക്കാൻ വേണ്ടി ഇത്തരത്തിലൊരു കാര്യം ചെയ്യുന്നത് നന്നായിരിക്കും. പക്ഷേ വീട് വെക്കുമ്പോൾ ഈ മിന്നൽ ചാലകം പോലുള്ള കാര്യങ്ങളൊന്നും വെക്കാൻ അറിയില്ല സാധാരണ ഇതാണെങ്കിൽ നമ്മൾ പരമാവധി കൊടിമരത്തേക്കാൾ താഴ്ചയിൽ വീട് വെക്കുന്നതായിരിക്കും ഉത്തമം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക. ഇതുപോലുള്ള വീഡിയോ ഇനിയും നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തൊട്ട് താഴെ നോക്കൂ, ഈ ഞാൻ സംസാരിക്കുന്നതിന് തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്ന് എഴുതി കാണിക്കും. അത് അവിടെ ഉണ്ട്, അതൊന്ന് തൊട്ട് കൊടുക്കുക. ആ തൊട്ട് കൊടുക്കുമ്പോൾ അവിടെ ഒരു മണിയുടെ ചിത്രം വരും, അതും കൂടി തൊട്ട് കൊടുക്കുക. അപ്പോൾ ഇതിനെന്താ സംഭവം എന്നറിയാം, ഞാൻ ഇവിടെ ഇടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കാണാനായിട്ട് മെസ്സേജായിട്ട് വരും. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് അത് കാണുകയും ചെയ്യാം. ഏതായാലും ഞാൻ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.